ഹലോ വെൽക്കം ബാക്ക് ടു മൈ അനദർ മോട്ടോ വ്ളോഗ്. ഇത് കംപ്ലീറ്റ്ലി ഒരു റൈഡിങ് വീഡിയോ ആയിരിക്കും കേട്ടോ. നമ്മൾ ഇന്ന് പോകുന്നത് മസനഗുഡി വഴി ഊട്ടിയിലോട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എന്ത് ചെയ്യുക, എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാടുകാണി ചുരത്തിൻ്റെ കാഴ്ചകളാണ് കേട്ടോ. ഇതിൽ പോയിട്ടുള്ള ബൈക്കേഴ്സിന് അറിയാൻ പറ്റും, ഒരു 80 സ്പീഡ് വരെയൊക്കെ പിടിപ്പിക്കാൻ പറ്റുന്ന കേരളത്തിലെ ഏക ചുരം പാതയാണ് നമ്മുടെ നാടുകാണി ചുരം. അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കിടക്കുകയുണ്ടോ, കേരളത്തിൻ്റെ ബോർഡർ കഴിഞ്ഞു തമിഴ്നാട്ടിലേക്ക് കിടക്കുകയാണ്. ഇനി മുകളിൽ നാടുകാണിയിലാണ് ചെക്ക് പോസ്റ്റ് ഉള്ളത്. അപ്പോൾ അവിടെ പോയിട്ടായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ. നമ്മൾ പാസ് എടുത്തിട്ടുണ്ട്. ഇതിൽ വരുന്ന ആളുകളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, താഴെ വൈക്കട വെച്ചിട്ട് ചില മൊബൈൽ ഷോപ്പുകാർ 100 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് പാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നല്ല രീതിയിലൊരു കൊള്ള തന്നെയാണ് അവിടെ നടക്കുന്നത്. കാരണം ഒരു പാസ് എടുക്കാൻ ജസ്റ്റ് ഒരു 5 മിനിറ്റിൻ്റെ ആവശ്യമുള്ള സമയത്ത് അവർ 100 രൂപയാണ് അതിന് ഫീ ആയിട്ട് വാങ്ങുന്നത്. അങ്ങനെ നമ്മൾ നാടുകാണി ചെക്ക് പോസ്റ്റ് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബൈക്കേഴ്സിന് ടോൾ എടുക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ടോളിൻ്റെ അവിടെ ഒന്നും പ്രശ്നമില്ല. നേരെ ചെക്ക് പോസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അങ്ങനെ നൈസായിട്ട് നാടുകാണി ചെക്ക് പോസ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ടു കേട്ടോ. ഇത് പക്ക ഒരു റൈഡിങ് വീഡിയോ ആണെങ്കിലും മുതുമലൈ ടൈഗർ റിസർവിൻ്റെയും നമ്മുടെ മസനഗുഡി ചുരത്തിൻ്റെയൊക്കെ വ്യക്തമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് പകർത്താൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചിട്ടുള്ളത് കേട്ടോ. സൺഡേ ആയതുകൊണ്ട് തന്നെ നിറയെ ബൈക്കേഴ്സ് ഉണ്ട് കേട്ടോ റോഡിൽ. അങ്ങനെ ഗൂഡല്ലൂരിൽ നിന്നും മസനഗുഡി പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത്. അങ്ങനെ നമ്മൾ ചെമ്പൻകൊല്ലി എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ ഇനി ഫോറസ്റ്റ് ആണ്. അങ്ങനെ നമ്മൾ ടൈഗർ റിസർവിലേക്ക് കിടക്കുകയാണ് കേട്ടോ. മുതുമലൈ ടൈഗർ റിസർവിലേക്ക് കിടക്കുകയാണ്. അതിൻ്റെ കവാടവും കാര്യങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വന്യമൃഗങ്ങളെ അതിനെ കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് വന്നത്. പക്ഷേ സമയം കുറച്ച് വൈകിയത് കാരണം ആനകളെ മാത്രമേ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് പുട്ടിൽ തേങ്ങിട്ട പോലെ അമ്പുകളുണ്ട് കേട്ടോ. നിറയെ അമ്പുകളുണ്ട് ഈ റോഡിൽ. വന്യമൃഗങ്ങൾ റോഡ് ക്രോസ് ചെയ്യുന്നത് കൊണ്ട് പിന്നെ വാഹനങ്ങൾ പതിയെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. കിട്ടിയിലും ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ആകാശമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പല ഭാഗത്തും ഫോറസ്റ്റ് സഫാരിക്കായിട്ട് നിർത്തിയിട്ടുള്ള ജീപ്പുകൾ കാണാൻ പറ്റും കേട്ടോ.
അങ്ങനെ നമ്മൾ മസനഗുഡി ടൗണിലെത്തിയിട്ടോ. ഈ മസനഗുഡി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഊട്ടിയിലെത്തണം. പമ്പോ കാര്യങ്ങളോ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു കട കിട്ടണമെങ്കിലും ഊട്ടിയിലെത്തണം. അപ്പോൾ എണ്ണ അടിക്കാത്ത ആളുകൾ ഫ്യൂലൊക്കെ ഫില്ല് ചെയ്തിട്ട് വേണം മസനഗുഡിയിൽ നിന്ന് പോകാനായിട്ട്. നേരമായിട്ടുള്ള റോഡുകളാണ് കേട്ടോ, അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം പോകാൻ. മസനഗുഡി റൂട്ടിലേക്ക് തിരിഞ്ഞാൽ പിന്നെ ഒരുപാട് റിസോർട്ടുകളും കാര്യങ്ങളും കാണാം. നമ്മുടെ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ സ്റ്റേ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് റിസോർട്ടുകളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഇതിലെ. ഫോട്ടോജനിക് ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും നിർത്തിയിട്ട് നല്ല രീതിയിൽ ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്.